പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്താണെന്നറിയാം, നമ്മൾ പല്ലവിയുടെ എൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പല്ലവി റിപ്പീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ സാധാരണ ഒരു ഗായകനാണെങ്കിൽ അത് കട്ട് ചെയ്യും, പല്ലവിയുടെ എൻഡ് കട്ട് ചെയ്തിട്ട് ബ്രെത്ത് എടുത്തിട്ടാണ് പിന്നെ പാടുക. ഇത് വീണ് ഒരൊറ്റ സ്റ്റെച്ചിന് തന്നെ പാടിയിരിക്കണം. അത് സാധാരണ ബുദ്ധിമുട്ടാണ് അങ്ങനെ പാടുക. ഇപ്പോഴും നമ്മൾ പഞ്ച് ചെയ്തെടുക്കാം, പണ്ട് അങ്ങനെ നമ്മൾ ഈ സമയത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജാനകിയമ്മയ്ക്ക് അതിനകത്ത് വലിയ മിടുക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അവരിങ്ങനെ. അല്ല, അന്ന് അങ്ങനെ പാടണമെന്ന് നിർബന്ധമായിട്ട് അത് ബ്രത്ത് വിടാണ്ട് പാടണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് പാടിയതാണ്. പക്ഷെ അത് ശരിയാ, ദാസേട്ടനൊക്കെ ചില പാട്ടുകളൊക്കെ അങ്ങനെ പാടി കേട്ടിട്ടുണ്ട് അല്ലേ. അനുപല്ലവി പാടിയിട്ട് നിർത്തിയിട്ട് പല്ലവിയിലൊക്കെ അങ്ങ് കയറും, അതിൻ്റെ ഒരു പിന്നെ കഴിഞ്ഞിട്ടായിരിക്കും ബ്രീത്ത് എടുക്കുന്നത് അല്ലേ. വേറെ അതിന് ചില വാക്കുകൾ ബ്രീത്ത് എടുക്കുമ്പോൾ മുറിഞ്ഞു പോകും, അപ്പോൾ അർത്ഥം ഇതായി പോകും. അത് കാരണം ഒരൊറ്റ ബ്രത്തിൽ തന്നെ പാടിയെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം ഈ നമ്മൾ ഒരു സാധനം മനോഹരമായിട്ട് ചെയ്ത് പാടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിക്ചറൈസ് ചെയ്ത് നന്നായിട്ട് വന്നില്ലെങ്കിൽ അത് അതും വന്നു കേട്ടോ. അതും ഒരുപാട് എഫേർട്ട് വേസ്റ്റ് ആയി പോകുന്നുണ്ട് പല രീതിയിലും. ചില അല്ലേ ഒരു കഴിവില്ലാത്ത ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് ചെന്നിട്ട് വലിയൊരാളുടെ എഫേർട്ട് വെറുതെ പോകും ചിലപ്പോൾ. പിന്നെ എല്ലാം ഒത്തുവരുന്നതാണ്, മോൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്നതാണൊക്കെ എല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് ഈ പാട്ടുകൊണ്ട് തുടങ്ങിയത് കൊണ്ടാണോ എന്നും അറിയില്ല. ഇപ്പോൾ മോഹനോട് ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു, വേണുവിന് വിഷാദ ഗായകൻ്റെ ഒരു കളർ. വേണു നന്നായിട്ട് തമാശയൊക്കെ പറയുന്ന ആളാണ്, ഞങ്ങൾ തമാശ പറയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യകാലത്ത് പാടിയ കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ ഉണരുമീ ഗാനം താനേ പൂവിട്ട്, അപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ആദ്യത്തെ കുറേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിലൊക്കെ ഇത്തരത്തിലായതുകൊണ്ട് ശരിക്കും ഞാൻ പാടിയിരിക്കുന്ന കൂടുതൽ പാട്ടുകളും വളരെ റൊമാൻറ്റിക് ആയിട്ടും ജോവിയലായിട്ടുള്ള പാട്ടിലൊക്കെയാണ് കൂടുതലും പാടിക്കുന്നത്. ആകാശഗോപുരം അത് കളിക്കളത്തിലാണ്, അതൊക്കെ മൈനാക പൊന്മുടിയിൽ പള്ളിത്തേരുണ്ടോ, അതൊക്കെ ഒരു ഫോക്കിഷ് ആയിട്ടുള്ള പാട്ടിലാണ്. വേണുവിൻ്റെ ശബ്ദം നല്ല മെലഡിക്ക് പറ്റിയ ശബ്ദമാണ്. പക്ഷേ ഈ മൊത്തത്തിൽ വിഷാദ പാട്ടുകളോട് വേണുവിന് അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ട്? അങ്ങനെ മെലോഡിയസ് ആയിട്ടുള്ള വളരെ സോറോ അത്തരം പാട്ടുകളാണ്? സോറോയിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് മെലഡിയസ് ആയിട്ടുള്ള സോങ്സിനോട് എനിക്ക് പണ്ട് മുതലേ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിംഗേഴ്സിൻ്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്? അങ്ങനെ ഒരു ഫേവറേറ്റ്? എനിക്ക് തലത് മെഹ്മൂദിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എൻ്റെ ജനറേഷനിലെ പലർക്കും ആ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തൊട്ട് മുമ്പിലുള്ള ജൽത്തെ ഹെ ജിസ്കെ ലിയെ വരെയൊക്കെ കേട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ മലയാളത്തിലേക്ക് തന്നെ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അത് പലർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഹംസേ ആയാ ന ഗയാ തുംസെ ബുലായാ ന ഗയാ, അത് താമസമെന്തേ വരുവാൻ, എല്ലാം മദൻ മോഹൻ്റെ സോങ്സാണ്. തുഛേ ജീവൻ കി ഡോർ സേ ബാന്ധ് ലിയാ ഹൈ സഖിയൻ പ്രാണനായകനെ എന്തു വിളി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഫിർ വഹി ശാം ഇന്നും എൻ്റെ കണ്ണുനീരിൽ, അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് ഒരുപാട് മലയാളത്തിലെ ഒരു ബ്ലോക്ക് ഓഫ് സോങ്സ് തന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ജനറേഷനിലുള്ള ആൾക്കാരാണത് കേട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിത് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ബ്രദർ ആ സമയത്ത് എല്ലാം വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ റേഡിയോ സിലോണും നമ്മുടെ വിവിധ ഭാരതിയൊക്കെ ഇഷ്ടം പോലെ കേൾക്കാനുള്ളൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള തലത്തിൻ്റെ പാട്ടാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ അങ്ങനെ കുട്ടിയായിരുന്നു എനിക്കും അതിനോട് താല്പര്യം വന്നതാണ്. ജൽത്തെ ഹെ ജിസ്കെ ലിയെ എന്നെ ദക്ഷിണാമൂർത്തി സ്വാമി കൺമണി കരയല്ലേ എന്ന് പറഞ്ഞു. അത് പിന്നെ സെയിം ട്യൂൺ തന്നെ. അതന്ന് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്യൂൺ പിടിച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പാരഡി എഴുതുന്ന പോലെ ലിറിക്സും മാത്രം മലയാളത്തിലാക്കിയിട്ട് ഇന്ത്യയിലെ ഒരുപാട് ശരിക്കും പാരഡി എഴുതുന്ന പോലെ അത് തിരുനൈനാർ കുറിച്ചും അഭയദേവും ഒക്കെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഈ നീലക്കുയിലാണ് ശരിക്കൊരു അല്ല, രാഘവൻ മാസ്റ്ററാണ് നമ്മളെ ഇൻഡിപെൻഡൻറ്റ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയും ആദ്യം നീലക്കുയിലാണ് അങ്ങനെ ഒരു റെവല്യൂഷൻ വരുന്നത്. പിന്നെയാണ് ഓരോ പാട്ടുകൾ. പിന്നെ നമ്മൾ
ഹിന്ദിയിലെ പാരഡി അല്ല, മലയാളത്തിലെ തന്നെ പാരഡികൾ ഉണ്ടാക്കാൻ തുടങ്ങി അതെ അതെ മറ്റൊരു ട്യൂൺ പിടിച്ചിട്ട്.